നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നാളെ നവംബർ 20 ലോക പൈൽസ് ദിനമായിട്ട് ആചരിക്കുകയാണ്. വിദ്യാസമ്പന്നർ പോലും പൈൽസിനെ കുറിച്ച് തുറന്നു പറയാൻ മടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പൈൽസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. പൈൽസ് എന്നാൽ എന്താണ്? ഇതിനുള്ള കൃത്യമായ ചികിത്സകൾ ഇന്ന് നിലവിലുണ്ടോ? ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം അൽഷിഫ ഹോസ്പിറ്റലിലെ MD-യും ചെയർമാനുമായ ഡോക്ടർ ഷാജഹാൻ യൂസഫ് സാഹിബ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, പലപ്പോഴും ഈ പൈൽസ് എന്ന് പറയുമ്പോൾ ഒരു തരം പുറത്തു പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണല്ലോ. എന്നാൽ ഇത് ചില സമയത്ത് വളരെ നിസ്സാരമായിട്ട് എടുക്കുന്ന ഒരവസ്ഥയുമുണ്ട്. ഈ നവംബർ 20 നാളെ പൈൽസിൻ്റെ ഒരു ദിനമായിട്ട് ആകമാനം നമ്മൾ ആചരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ദിനം ആചരിക്കേണ്ടി വരുന്നത്? ഇതിനൊരു ലക്ഷ്യം എന്താണ്? പ്രാധാന്യം ഇതൊക്കെ ഒന്ന്. നവംബർ 20 വേൾഡ് പൈൽസ് ദിനമായിട്ട് ആചരിക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം 60 മുതൽ 70% സമൂഹത്തിൽ, അതായത് ലോക ജനസംഖ്യയിൽ പൈൽസും അനുബന്ധ രോഗങ്ങളുമായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ രോഗത്തിൽ കടന്നു പോയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ആ ഒരു അസുഖത്തിൻ്റെ ആധിക്യം, വർധനവ് അത്രമാത്രമുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആണ് WHO അതിനുവേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു ദിനം വെച്ചത്. ചില കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ചില അവയവങ്ങളിൽ, ചില ഭാഗങ്ങളിൽ അസുഖങ്ങൾ വന്നാൽ പുറത്തു പറയാൻ മടിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊരു ശരിയായ പ്രവണതയാണോ എന്നുള്ളത്? മറ്റുള്ള ഭാഗങ്ങളിൽ അസുഖം വന്നു കഴിഞ്ഞാൽ പുറത്ത് പറയാൻ ജനങ്ങൾക്ക് മടിയില്ല. പക്ഷേ പൈൽസോ അതിനോടനുബന്ധ രോഗങ്ങളോ ആണെങ്കിൽ പൊതുവേ ആൾക്കാർ പുറത്ത് പറയാറില്ല. അത് പൊതുവേ പുറത്ത് പറയാനുള്ള മടി മുഖേന കുറേ കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. അതായത് ഈ യങ്സ്റ്റേഴ്സിനകത്ത് പൊതുവെ ഈ കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ ഒന്ന്, ഇത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് അവർക്കൊരു അപകർഷതാബോധം ഉണ്ടാകും. പിന്നെ പൈൽസ് അല്ലെങ്കിൽ അസോസിയേറ്റ് കണ്ടീഷൻ ചിലപ്പം മോഷൻ, അതല്ലെങ്കിൽ എയർ ഇത് പോകുമ്പോൾ ഒരു അടുത്തുള്ളവർ അറിയുമോ എന്നുള്ളൊരു ഭയം. കൂടാതെ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ ചിലപ്പം ഫിസ്റ്റിലേക്കാണെങ്കിൽ ഒരു ദുർഗന്ധം വരും. ഈ ദുർഗന്ധം മറ്റുള്ള ആൾ അറിയുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഈ അസുഖമുള്ളവർ പൊതുവെ ഉള്ളിലേക്ക് വലിയും. ജീവിതത്തിൽ തന്നെ പൊതുവെ അവർ സ്വയമേ ഉള്ളിലേക്ക് ഒരു വലിയുന്ന, അന്തർമുഖനായി കാണുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. സോഷ്യൽ ആക്ടിവിറ്റീസ് കുറയും. അത് അവരുടെ ജീവിതത്തെ തന്നെ, പൊതുജീവിതത്തെ തന്നെ ബാധിക്കും. ഇപ്പോൾ വിവാഹിതരാണെങ്കിൽ കുടുംബജീവിതത്തെ തന്നെ അത് ബാധിക്കുന്ന സംഭവങ്ങളാണ് കണ്ടുവരുന്നത്. കൂടാതെ കുട്ടികളിലാണെങ്കിൽ പിന്നെ അവർക്ക് സ്റ്റേജ് ഫ്രൈറ്റ്, പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. കുട്ടികളിലാണെങ്കിൽ പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എപ്പോഴും പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, കൂടാതെ തന്നെ കൂട്ടുകൂടി കളിക്കാനുള്ളൊരവസരം ഉണ്ടാകുന്നില്ല, പരീക്ഷാ ഭയം. ഈ ഒരു രോഗം അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ളൊരു തോന്നൽ വരുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള പഠിത്തത്തിൽ തന്നെ കൂടുതലായിട്ടും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ഉണ്ടാകുന്ന ഒരു കംപ്ലയിൻ്റാണ് ഈ പൈൽസ് മറച്ചു വയ്ക്കുന്നതുകൊണ്ടുണ്ടാകുന്നത്. ഡോക്ടർ, ഈ പൈൽസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടികൾ, വിദ്യാർത്ഥികളിൽ എന്ന് പറഞ്ഞു. അതോ ഈ പൈൽസ് പലരും വിചാരിക്കുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ വരുന്ന ഒരു അസുഖമാണെന്നാണ്. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഒരുപാട് സംശയങ്ങളുണ്ട്. പൈൽസ് എന്താണ് എന്നൊന്ന് പറയാമോ ഡോക്ടർ? രക്തത്തിലും വേനൽ കനാലിലും ഞരമ്പുകളുടെ വികാസം കൊണ്ട് മാംസത്തിൻ്റെ വികസനം ഉണ്ടാകുന്നതാണ് പൈൽസ്. ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് മനുഷ്യരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം ആകുമ്പോൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, മൃഗങ്ങളിൽ പൈൽസ് ഉണ്ടാകുന്നില്ല. കൂടാതെ ഇപ്പോഴത്തെ ഈ ഭക്ഷണ ക്രമീകരണങ്ങൾ, മലബന്ധം, ബ്ലഡ് ഇടയ്ക്ക് പോവുക, വെള്ളത്തിൻ്റെ അഭാവം, നാരുകളടങ്ങിയ ഭക്ഷണത്തിൻ്റെ അഭാവം, ഇതൊക്കെയാണ് പൈൽസ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളിൽ ചിലത്. അമിതമായ മദ്യപാനം, ടിൻ ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, അതിൻ്റെ അമിതമായ ഉപയോഗം, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പൊതുവെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വ്യായാമത്തിൻ്റെ കുറവ്, ഇതെല്ലാം പൈൽസ് ഉണ്ടാകുന്നതിന് കാരണങ്ങൾ ചിലതാണ്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു, അതിനുശേഷം തുടരാം. ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഇത് പൈൽസിന്റെ ഈ ചൊറിച്ചിലുണ്ടാകുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന. ഡോക്ടർക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ചോദിച്ചോളൂ, ഒന്നുകൂടെ വ്യക്തമായി ചോദിച്ചോളൂ. അത് രഹസ്യഭാഗത്ത് ചൊറിച്ചിലുണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. അത് എങ്ങനെ അതിന് കാരണം ഇതിങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കുന്നതായിട്ടുള്ള കാണുന്നത് പലരിലും.
കൊച്ചുകുട്ടികളടക്കം പ്രദേശത്തുള്ള കുറേ ആൾക്ക് കാണുന്നുണ്ട്. അതിനെങ്ങനെ ചികിത്സ? ഈ ആ റെക്ടൽ ഏരിയയിൽ ഇങ്ങനെ ചൊറിച്ചിൽ വരുന്നതിൻ്റെ കാരണം പൈൽസ് ആകണമെന്നില്ല. പൈൽസിൻ്റെ രോഗലക്ഷണങ്ങളിലൊന്നും കൂടിയാണ് ചൊറിച്ചിൽ. എന്നിരുന്നാലും അതൊരു ഫംഗൽ ഇൻഫെക്ഷനോ അതല്ല എങ്കിൽ വേംസിൻ്റെ കംപ്ലയിൻറ്റ്, ഈവനിങ്ങിലാണ് ഇച്ചിങ് ഉണ്ടാകുന്നതെങ്കിൽ പിൻവേമിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് പൈൽസ് ഇച്ചിങ് ഉണ്ടാകാം. അത് കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മോഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം വേംസിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ എല്ലാവരും കുടുംബത്തിലുള്ളവർ വേംസിനുള്ള മരുന്ന് കഴിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളൊരു അതിനെ സംശയകരമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടോ ഇച്ചിങ്ങോ ഉണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു പ്രോക്ടോളജി സെൻറ്ററിലോ നിങ്ങൾ ഡോക്ടറെ ഒന്ന് കാണേണ്ടതാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ഈ അസുഖം വരാം അല്ലേ? ഇപ്പോൾ ഈ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണോ അങ്ങനെ വരുന്നത്? ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ പൈൽസും വന്നുപെട്ടിരിക്കുകയാണ്. അത് പ്രായം അതിനൊരു ലിമിറ്റില്ല. സാധാരണയായിട്ട് പൈൽസ്, ഫിഷറ്, ഫിസ്റ്റുല പല കംപ്ലയിൻറ്റ്സ് ഉള്ളതിൽ കുട്ടികൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് പ്രധാനമായിട്ടും 2 കംപ്ലയിൻ്റാണ്. ഒന്ന് ഫിഷർ, അത് ഈ മലദ്വാരത്തിൻ്റെ സൈഡിൽ വിണ്ട് കയറുക. അങ്ങനെ ഈ പൊട്ടുന്ന സാഹചര്യത്തിൽ കുട്ടികൾ ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കര പെയിനായിരിക്കും. അത് വെള്ളത്തിൻ്റെ അഭാവം. സാധാരണ കുട്ടികൾ വെള്ളം ചോദിക്കാറില്ല, വീട്ടിൽ ഉള്ളവർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ കൊടുക്കുന്നത് കറക്റ്റ് സമയത്ത് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അഭാവം വരുമ്പോൾ മോഷൻ ടൈറ്റാകും, സൈഡ് പൊട്ടും. ആ പൊട്ടിക്കഴിഞ്ഞ് ചിലപ്പം ബ്ലഡിൻ്റെ ഡ്രോപ്പുകൾ വരെ പുറത്തു പോകാം. അത് ഒരു ഫിഷറിങ് എന്ന് പറയും. അങ്ങനെ ഫിഷറിങ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെയിൻ ഉണ്ടാകും. അതിന് നമ്മൾ കുട്ടികൾക്ക് സമയത്ത് വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, പഴവർഗ്ഗങ്ങൾ കൊടുക്കണം, അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തെങ്കിൽ അതിന് മാറ്റം വരും. ഇത് കൂടാതെ തന്നെ വേറൊരു കാര്യമുണ്ട്. കൊച്ചുകുട്ടികൾ ചിലർക്ക് വൈറ്റമിൻ ഡിഫിഷ്യൻസി അല്ലെങ്കിൽ അവർക്ക് അയണിൻ്റെ ഡിഫിഷ്യൻസി കൊണ്ടും പോഷക ആഹാരങ്ങളുടെ കുറവ് കൊണ്ടും ചില കുട്ടികളിൽ മലദ്വാരത്തിൻ്റെ അത്രയും ഭാഗത്തെ വീക്ക്നെസ് കുറഞ്ഞിട്ട് ഒരു ഈ മലദ്വാരം കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വരുന്ന ഒരു അവസ്ഥയുണ്ട്, റെക്ടൽ പ്ലാപ്സ്. ഇത് സാധാരണയായിട്ട് യങ് ഏജിലാണ് കാണുന്നത്. ചില കുട്ടിയെ വാഷ് ചെയ്യിക്കുമ്പം എന്തോ ഇറങ്ങി വരുന്നു എന്നുള്ള ഒരു സ്റ്റേജിൽ കുറേ കുട്ടികൾ നമ്മുടെ കൊണ്ടുവരാറുണ്ട്. അത് പണ്ട് കാലത്തും ഇപ്പോഴത്തെ കാലത്തും ചില രക്ഷകർത്താക്കളും കുട്ടികളും പുറത്ത് പറയാതിരിക്കുന്നതുകൊണ്ട് 50, 60, 75, 80 വയസ്സ് വരെയുള്ള റെക്ടൽ പ്ലാസുകൾ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ മാഡം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറെ, ഒരു 2 വർഷം മുമ്പ് എനിക്കിതൊരു പൈൽസിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോ മലദ്വാരം ചെറുതായിരിക്കുകയാണ്. എനിക്കിപ്പോ ശരിക്കും വയറ് ശരിക്കും ലൂസായാലാണ് വയറ്റിന്ന് മലം പോകുന്നുള്ളൂ. ഹലോ, അപ്പോൾ നിങ്ങൾ ചെയ്ത് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണോ സർജറി ആണോ ചെയ്തിരുന്നത്? സർജറി ചെയ്തതാണ്. സർജറി ചെയ്യുമ്പോൾ സാധാരണയായിട്ട് സർജറി 3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഒന്ന്, ഫസ്റ്റ് പൈൽസ് ഉണ്ടാകുന്ന 3 o'clock, 7 o'clock, 11 o'clock പൊസിഷനിലായിരിക്കും. അത് സാധാരണയായിട്ട് 35 വയസ്സിൽ താഴെയായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഒരു 4.5 years കഴിയുമ്പോൾ സെക്കൻഡായിട്ട് 4, 8, 12 ആ ഏരിയയിൽ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 55 അടുപ്പിച്ച് അടുത്ത 3ാമത്തെ ടെറിഷറി സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആ സൈഡിലായിട്ട് പൈൽസ് കാണും. അങ്ങനെ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ 3 പ്രാവശ്യം ചെയ്തെന്ന് വരികയിൽ മാത്രമേ പൈൽസ് പൂർണ്ണമായിട്ടും മാറുള്ളൂ. കൂടാതെ നിങ്ങൾക്കിപ്പോൾ ഈ വയറ്റിൽ നിന്ന് മോശം പോകാനുള്ള ബുദ്ധിമുട്ട് സ്ട്രിക്ചർ, അതായത് മലദ്വാരം ചുരുങ്ങിയതാണെന്നാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സാധാരണ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വികാസം അത്രയും ഭാഗത്തെ പൈൽമാസ് എടുത്ത് കളയുമ്പോൾ അത് ചുരുങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഒരു ഡയലേറ്റർ എന്നൊരു സാധനം നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ തരികയോ അതല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും മരുന്നുകൾ അവിടെ പെട്ടണമെന്ന് അഡ്വൈസ് ചെയ്തിട്ടോ ഉണ്ടാകണം. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കാണാൻ വഴിയില്ലെന്നാണ് മനസ്സിലാകുന്നത്. ഓക്കെ ഡോക്ടർ, പലപ്പോഴും ഈ അസുഖം പുറത്തു പറയുന്നില്ല എന്ന് പറഞ്ഞു. പല അസുഖങ്ങളും ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പൈൽസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണത്? പൈൽസിൻ്റെ കാര്യത്തിൽ ഇന്ന് പൈൽസിന് ശാസ്ത്രീയമായിട്ടും അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളിൽ ലേസർ ട്രീറ്റ്മെൻറ്റ്, സർജറി, ക്രയോ സർജറി, സ്റ്റാപ്ലിങ്, ബാൻഡിങ്, ഇതൊക്കെ ആ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ഈ ചികിത്സാ സംവിധാനങ്ങളിൽ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ആധുനിക ചികിത്സാ സംവിധാനങ്ങളെ ആശ്രയിച്ചോ ശാസ്ത്രീയ ചികിത്സാ സംവിധാനങ്ങളെ ആശ്രയിച്ചാണ് പോകുന്നതെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് തുടക്കത്തിൽ തന്നെ മാറ്റാൻ പറ്റും. ഈ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്, ബാൻഡിങ്ങോ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ടെമ്പററി റിലീഫാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം കഴിഞ്ഞ 14 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ലേസർ ട്രീറ്റ്മെൻറ്റ് 100% സുരക്ഷിതവും പാർശ്വഫലങ്ങളില്ലാത്തതുമാണ്. അത് ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ
ബിഗിനിങ് സ്റ്റേജിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 14 വർഷത്തെ ഹിസ്റ്ററിക്കകത്ത് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഫസ്റ്റ് സ്റ്റേജിലുള്ള പേഷ്യൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് ലേസേഴ്സിനെ സംബന്ധിച്ച് ഫസ്റ്റ് സ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അന്ന് തന്നെ പോകാം. സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിലും അന്ന് പോകാം. തേർഡും ഫോർത്തും ഒക്കെ ആണെങ്കിൽ 3 to 5 days വരെ ആശുപത്രി വാസം വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഫസ്റ്റ് സ്റ്റേജിലത്തെ ട്രീറ്റ്മെൻറ്റ് മോസ്റ്റ് പ്രോബബ്ലി പിന്നെ സെക്കൻഡറി ആയിട്ട് വരാനുള്ള ചാൻസുകൾ ഒരു 14 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ല. മറ്റൊന്ന് ഡോക്ടർ, ഈ പണ്ടത്തെ ആളുകൾ പറയും താറാമുട്ട കഴിച്ചാൽ ഇത് നല്ലതാണ് പൈൽസിന്, ചിക്കൻ കഴിക്കാൻ പാടില്ല, കോഴിമുട്ട കഴിക്കാൻ പാടില്ല. ഇത് ശരിക്കും ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ നോൺ വെജ് ഐറ്റംസ് ഫുഡ് കഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അഭാവം കൂടെ കുറഞ്ഞു കഴിയുമ്പോൾ മോഷൻ ഹാർഡാകും. ഹാർഡായി കഴിയുമ്പം ഈ പ്രഷർ കൂടും. ടോയ്ലറ്റിൽ പോകുന്നതിൻ്റെ പ്രഷർ കൂടി കഴിയുമ്പോൾ ഈ ആ ഏരിയയിലുള്ള വെയിനുകൾ വികസിക്കുമ്പോൾ ആ വികാസം മൂലം പ്രഷർ കൂടി കഴിയുമ്പോൾ ഇതുണ്ടാകും. ഈ ബസ് ഡ്രൈവേഴ്സ്, അതേപോലെ 2-wheeler യൂസ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ സെഡൻഡറി ലൈഫ്, ഇവരൊക്കെ അധിക സമയം ഇരിക്കും. യൂറിൻ പാസ് ചെയ്യാൻ കുറേ കൂടെ കഴിഞ്ഞിട്ടായിട്ട് കുറേ കഴിയുമ്പോൾ സമയം നീട്ടി വയ്ക്കും. അല്ലെങ്കിൽ ബൈക്ക് യാത്രക്കാരൻ അടുത്തൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി ആളില്ലാത്ത സ്ഥലത്ത് മൂത്രമൊഴിക്കാം. അങ്ങനെ പോകുമ്പോൾ ഈ ഒരു പ്രഷർ കൂടുതലായിട്ട് ആ പ്രഷർ കൊണ്ട് പൈൽസ് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ഇങ്ങനെ വയറ്റിന്ന് പോകാനൊക്കെ ഭയങ്കര പ്രയാസം. പിന്നെ പോയി കഴിഞ്ഞാൽ കടിയും ചൊറിച്ചിലും വേദനയും കുറെ നാളായി തുടങ്ങിയിട്ട്. എന്തെങ്കിലും പുറത്തേക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇറങ്ങി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വന്നില്ല. ഇങ്ങനെ ഈ ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ നെറ്റേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ പോകുള്ളൂ. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വെള്ളം മുന്തിരി അങ്ങനെയുള്ളത് പിന്നുമ്പോ ചിലപ്പോ ഇങ്ങനെ പോകും. എന്നാലും ഈ മലദ്വാരം കടിയാണ്. വയറ്റിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കടിയും ചെറുക്കിലും വേദനയാണ്. ഇതിന് മുൻപ് എന്തെങ്കിലും ചികിത്സ നടത്തിയിട്ടുണ്ടോ? ആയുർവേദ മരുന്ന് കഴിച്ച് അല്ലാതെ മറ്റു ചികിത്സകളൊന്നും ചെയ്തിട്ടില്ല? കഴിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല ആരോടും. ഇതിന് കാരണം മനസ്സിലാകുന്നത് ഇത് മലദ്വാരത്തിൻ്റെ അകത്ത് ഒന്ന് ഈ പൈൽ മാസ് വന്ന് നല്ല വലിപ്പത്തിൽ തടിച്ചു നിൽക്കുന്നതുകൊണ്ടുണ്ടാകാം. അല്ലെങ്കിൽ കുറേ കൂടെ ഉള്ളിലോട്ട് കയറി ഈ മ്യൂക്കോസ വന്നിട്ട് മ്യൂക്കോസൽ പ്രൊലാപ്സ് കൊണ്ട് മലദ്വാരം ഇടയ്ക്ക് കൂടെ പ്രഷർ കൊടുക്കുമ്പം വന്ന് പ്രസ് ചെയ്ത് അടഞ്ഞിട്ടും ഉണ്ടാകാം. ഇത് രണ്ടുമല്ലാതെ മൂന്നാമത് നമ്മുടെ കുടലിനുള്ള കംപ്ലയിൻറ്റ് പലതുമുണ്ട്. മേളിലേക്ക് കുടലിനുള്ള കംപ്ലയിൻറ്റ് കൊണ്ടും ഉണ്ടാകാം. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ഒരു ഡോക്ടറെ കാണുകയും അഡ്വൈസ് ഒരു കോളനോസ്കോപ്പ് ചെയ്ത് അതിൻ്റെ കാരണം മനസ്സിലാക്കുകയും ചെയ്യണം. അതായിരിക്കും നല്ലത്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ പൈൽസ് പോലെ തന്നെയാണ് മലദ്വാരത്തിലുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും. ഇപ്പോൾ അർബുദം തന്നെ പുറത്തു പറയാൻ മടിക്കുന്നുണ്ട്. പൈൽസ് പോലെയല്ല അർബുദം, എല്ലാം ഓരോ ടൈപ്പ് ഒരു വെറൈറ്റീസ് ആണ് ആ ഏരിയയിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങളും. എൻ്റെ ചോദ്യം ഇതാണ്, ഇത് പുറത്തു പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണല്ലോ. അപ്പോൾ ഇത് ലക്ഷണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒന്നാണോ എന്നുള്ളതാണ്. അതായത് ഈ പൈൽസിൻ്റെ രോഗലക്ഷണത്തിൽ ഒന്നാണ് ബ്ലീഡിങ്. അതേപോലെ റെക്ടൽ കാഴ്ച ക്യാൻസറിൻ്റെ രോഗലക്ഷണത്തിലും ബ്ലീഡിംഗ് ഉണ്ട്. പൈൽസിന് പോകുന്ന പ്യുവർ ബ്ലഡ് ആണെങ്കിൽ ക്യാൻസർ കണ്ടീഷനെ മിക്സ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള കളറിലുള്ള ബ്ലഡ് ആയിരിക്കും. പക്ഷേ ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻ്റ് ആവില്ല. ഈ സാഹചര്യത്തിൽ പൈൽസ് കൂടാതെ തന്നെ 42ഓളം അസുഖങ്ങൾ ആ ഏരിയയിലുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പേഷ്യൻസിന് കഴിയില്ല. അത് സാധാരണ നമ്മളിപ്പോൾ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ ആ പർട്ടിക്കുലർ ഏരിയ നോക്കുക പോലുമില്ല. പെയിൻ ആണെന്ന് പറഞ്ഞാൽ പെയിനുള്ള മരുന്ന്, കോൺസ്റ്റിപ്പേഷൻ പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷനുള്ള മെഡിസിൻ, ഇത് മാത്രം കൊടുത്തു വിടുന്നതാണ് പതിവ്. ഡോക്ടർ, അതിനുശേഷം ഇത് പൂർത്തിയാക്കാം. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. എനിക്ക് ഉള്ളത് ബ്ലീഡിങ് കാലത്ത് എൻ്റെ എപ്പോഴും പോകുമ്പോൾ ടൈറ്റ് ആകുന്നുണ്ട്. ഹലോ, അതുകൂടെ ബ്ലീഡിങ് പോയിക്കൊണ്ടിരിക്കുന്നു. കാലത്തോ നൈറ്റും പോയി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം വരുന്നില്ല. അതുമല്ലാതെ ഞാൻ ഭക്ഷണത്തോടെ സലാഡായിട്ട് കഴിക്കുമ്പോഴും പ്രോബ്ലം വരുന്നില്ല. അല്ലാത്ത സമയമൊക്കെ ഇത് അങ്ങനെ സലാഡ് ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
അഥവാ രാത്രി പോവാതെ നിന്നിട്ടുണ്ടെങ്കിലും ഷുവറായിട്ട് മോർണിംഗിൽ ടൈറ്റ് ആവുന്നു. മോഷൻ ബ്ലീഡിങ്ങും വരുന്നു. മോഷൻ മുറുകി പോകുന്ന സമയത്ത് മാത്രമല്ലേ ബ്ലീഡിങ് ഉണ്ടാവുന്നുള്ളൂ? അതെ. സലാഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം കൂടുതൽ കുടിക്കും അല്ലേ? വെള്ളം കൂടുതൽ കുടിക്കണം, അല്ലെങ്കിൽ സലാഡ് കഴിക്കണം, അല്ലെങ്കിൽ നൈറ്റിൽ പോകണം. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ സാധാരണ പൊതുവെ വെള്ളം കുറച്ച് കുടിക്കുന്ന ആളാണ്. വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ മോഷൻ ടൈറ്റ് ആകും. ടൈറ്റായി കഴിയുമ്പോൾ വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് ഹാർഡായിട്ട് ഈ മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിക്കഴിഞ്ഞിട്ട് അവിടുന്ന് ഡ്രോപ്പായിട്ട് ബ്ലഡ് പോകുന്നു എന്നുള്ളത് വേണം ഇപ്പം നിങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ. അതിന് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ കഴിക്കുന്നതോടൊപ്പം സലാഡ് കഴിക്കുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ വെള്ളം കൂടുതൽ സാധാരണ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്ന ഒരു പതിവായി കഴിഞ്ഞാൽ അതിനകത്ത് മാറ്റം വരും. എന്നിരുന്നാലും അതൊരു ഫിഷറിങ് ആണ്. ആ ഫിഷറിങ് കൊണ്ട് കുറച്ച് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കൂടുതൽ കുറച്ച് ദിവസം ഉപയോഗിക്കുക, അത്രയും ഭാഗം ഹീലാവും. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം നിങ്ങൾ മോഷൻ ഹാർഡായിട്ട് പോകും, വീണ്ടും പൊട്ടും. അപ്പോൾ ഒരു സ്ഥലത്ത് പൊട്ടാം, പിന്നെ അടുത്ത സ്ഥലത്ത് പൊട്ടാം. അങ്ങനെ പല സ്ഥലങ്ങളിൽ പൊട്ടുകയും കരിയുകയും ചെയ്യുമ്പോൾ ഓരോ ഏരിയയിലും കരിഞ്ഞ് ഹീലായി വന്നു കഴിഞ്ഞാൽ അവസാനം മലദ്വാരം ചുരുങ്ങാനുള്ള സാധ്യത ഇല്ലാതില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളത്തിൻ്റെ നോക്കുന്നതോടൊപ്പം തന്നെ ആ ഫിഷറിങ്ങിന് ഉള്ള പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തെങ്കിലും ചെയ്യണം. ഡോക്ടർ, നമ്മൾ അർബുദത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അത് നമ്മൾ സാധാരണ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലുള്ള പ്രിസ്ക്രിപ്ഷൻ രീതി ഞാൻ സൂചിപ്പിച്ചു. ഈ ചികിത്സാ രംഗത്ത് ഈ ഒരു വിഭാഗത്തിൽ ഞങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലുകൾ പോലെയുള്ള വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ തന്നെ ഇതിനു വേണ്ടി കാണണം. ഗ്യാസ്ട്രോ കംപ്ലയിൻ്റ് വന്നാൽ നമ്മൾ എൻട്രോളജിസ്റ്റിനെ കാണും. ഇപ്പോഴത്തെ ഏത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ അതാത് സ്പെഷ്യലിസ്റ്റിനെ കാണുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഈ രോഗത്തിന് വളരെ വിദഗ്ധമായ പരിചയമുള്ള ഒരു ഡോക്ടറെ കാണുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡയഗ്നോസിന് വേണ്ടി ഉള്ള സംവിധാനങ്ങൾ പരിശോധനകൾ നടത്തുകയും ചെയ്താൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് അസുഖം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ചെറിയൊരു കാര്യമായിരിക്കാം ചിലപ്പം, ചെറിയൊരു പോളിപ്പ് കൊണ്ട് മാത്രം ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിലപ്പം അത് പലതും അറിയാൻ വയ്യാതെ പല രീതിയിൽ ചികിത്സിച്ച് പല രീതിയിലാകാം. അത് എന്ത് കേസാണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന് ഒരു വിദഗ്ധമായി ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കലാണ് ഇതിന് വേണ്ടത്. ഇപ്പോൾ രോഗനിർണയ മാർഗം എന്തൊക്കെയാണ്? രോഗനിർണയത്തിന് വേണ്ടി ഇപ്പോൾ പല മെത്തേഡുകളുമുണ്ട്. സാധാരണ പ്രോക്ടോസ്കോപ്പ്, അതായത് സ്റ്റെറിലൈസ്ഡ് പ്രോക്ടോസ്കോപ്പ് ഉള്ളിലേക്ക് നോക്കി അതിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു രീതിയാണ് പണ്ട് മുതലേ ഉള്ളത്. ആ ഒരു രീതിയും ഇപ്പോഴാധുനികമായിട്ടൊരു ഡിജിറ്റൽ റെക്ടൽ സ്കാൻ, ഈ സ്കാനിങ് മെഷീനെ ഒരു എൻഡ് നമ്മളകത്തോ ഇട്ടിട്ട് പിസ്റ്റൺ എടുത്ത് നോക്കിയാൽ പേഷ്യൻസിന് അവർക്ക് നേരിട്ട് അവരുടെ രോഗം കമ്പ്യൂട്ടറിനകത്തൂടെ എന്താണ് അതിനകത്തുള്ളതെന്ന് കംപ്ലീറ്റ് കാണാൻ കഴിയും. പൈൽസ് ആയാലും ഈവൻ ഫിസ്റ്റിലേയും കാണാം, ഫിഷറിങ് കാണാം, പോളിപ്പ്, അങ്ങനെയുള്ള ഏത് കംപ്ലയിൻ്റ് ആണെങ്കിലും അതിനകത്ത് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. അതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനം. നമുക്ക് ആദ്യം മെഡിക്കേഷൻ കൊണ്ട് ഇത് എന്തെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? പൈൽസിന് മെഡിക്കേഷൻ കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ അതിനുള്ള മരുന്ന് നമുക്ക് കൊടുക്കാം, പെയിൻ ആണെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുക്കാം. പക്ഷേ ഇന്ന് വരെ പൈൽസിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. നിരവധി മരുന്നുകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ആ മരുന്ന് കഴിക്കുന്നവരെല്ലാം എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്താതെ ഞരമ്പുകളുടെ വികസനം മൂലം മാംസം പുറത്തേക്ക് തള്ളി വരുന്ന രോഗം പൈൽസ് ആയതുകൊണ്ട് അതിനത് ചെയ്യണം. ഫിസ്റ്റിലെ സംബന്ധിച്ച് ഫിസ്റ്റില മലദ്വാരത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കൊരു ഹോള്, അതിലൂടെ മലദ്വാരം എപ്പോഴും അടഞ്ഞിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് അതിനകത്തുള്ള മോഷനും വെള്ളമൊക്കെ പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വരുന്നത് അവിടെ നിന്ന് പുതിയ വഴിയെ ഇതിനകത്തൊരു ഫൈബ്രസ് ബാൻഡ് ഇങ്ങനെ ഓടി സിംഗിളായിട്ടുള്ള പല ഫിസ്റ്റിലകളായിട്ട് വന്ന് 5, 6, 7, 8, 9 ഹോളുകൾ മലദ്വാരത്തിൻ്റെ ചുറ്റും വരും. അത് വളരെ അകലേക്ക് വരെ പോകും. അങ്ങനെ വരുന്ന ഒരു ഫിസ്റ്റില സംവിധാനം, അതിനും ഈ പറഞ്ഞ പോലെ നമ്മൾ കേസ് ഡയഗ്നോസ് ചെയ്തെങ്കിൽ പറ്റുള്ളൂ. പൈൽസിനെ കുറിച്ച് പുറത്ത് പറയാൻ മടിക്കുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ചില ഒറ്റമൂലികൾ, സ്വയം ചികിത്സകൾ കൂടുതൽ തേടി പോകുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാറാതെ പൈൽസ് മാറാത്ത ഒരു അസുഖമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യും. പൈൽസ് ഞങ്ങളുടെ ചികിത്സയുടെ അനുഭവത്തിൽ ഒരു 99% പൈൽസ് മാറ്റാം. അതുപോലെ ലേസർ ട്രീറ്റ്മെൻറ്റിനകത്ത് പ്രത്യേകിച്ച് ഒരിക്കലും പൈൽസിന് 100% സേഫാണ്, പാർശ്വഫലങ്ങളില്ല, വേദന ഇല്ല, സമയം ലാഭിക്കാം. അതോടൊപ്പം തന്നെ ഇത് മറ്റൊരു ഏറ്റവും ഒരു അഡ്വാൻസ്ഡ് പ്രത്യേകത വീണ്ടും വരുമെന്ന് പേടിക്കേണ്ടതില്ല അല്ലേ? ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഹലോ.
നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറെ, എനിക്ക് ഈ പൈൽസിന്റെ ബ്ലഡ് പോകുന്നുണ്ടേ. എത്ര കാലമായി? ബ്ലഡ് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു 3-4 വർഷം കൊണ്ട് പോകുന്നുണ്ട് ഞാൻ. പക്ഷെ ആയുർവേദ മരുന്നൊക്കെ കഴിച്ച് എനിക്ക് ഇച്ചിരി മാറിയിരുന്നതായിരുന്നു. എനിക്ക് പിന്നെ അത് പോകാൻ തുടങ്ങി. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ചൊറിച്ചിലും ഒക്കെ ഉണ്ട് എനിക്ക്. നമുക്ക് പിന്നെ നടക്കുമ്പം ശ്വാസമുട്ടല്, കതപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്ക് ഈ അലർജിയുടെ അസുഖമുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ശ്വാസം മുട്ടല് അങ്ങനെ എപ്പോഴും ഇല്ല. അല്ലാതെ കയറ്റം കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കതപ്പും ഇല്ല, അങ്ങനൊന്നും ഇല്ല. സാധാരണ ഈ ബ്ലഡ് ഇങ്ങനെ 4 വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ബ്ലഡിൻ്റെ അളവ് കുറയും. സാധാരണയായിട്ട് പെട്ടെന്ന് നമുക്ക് അത് ബ്ലഡിൻ്റെ അളവൊന്ന് നോക്കണം എത്രയുണ്ടെന്ന്. അതിൻ്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ബുദ്ധിമുട്ടിലേക്ക് മാറും. അപ്പോൾ അതേപോലെ ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞ് അത് ഒന്ന് നോക്കണം. അതേപോലെ തന്നെ ഈ ബ്ലഡ് പോകുന്നതിനുള്ള ഒരു കാരണമല്ല. ഞാൻ ഏതായാലും ഇപ്പോൾ ഈ സംസാരത്തിൽ കൂടെ അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. എന്തായാലും നിങ്ങളൊരു അതൊന്ന് പരിശോധിക്കണം. നമ്മൾ അത് മറച്ചു വെക്കണ്ട. ഇതൊരു സാധാരണ ഒരു രോഗം പോലെ പൈൽസ് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ഡോക്ടറെ കണ്ട്, ഈ വിഭാഗത്തിൽ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയി ആ ഡോക്ടറെ കണ്ട് കേസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യണം. ഡോക്ടർ, ഇപ്പോൾ ഇത് പറയുമ്പോഴാണ് ഈ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പുറത്ത് പറയാതെ ഇത് പുറത്ത് കാണാതെയൊക്കെ വെക്കുക എന്നുള്ളതാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സങ്കീർണത എന്താണെന്നുള്ളതാണ്. ഈ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഹീമോഗ്ലോബിൻ്റെ പെർസെൻറ്റേജ് കുറയും. അത് ഹീമോഗ്ലോബിൻ 4-4.5 വന്നിട്ട് 6-7 പൈൻറ്റ് ബ്ലഡ് കൊടുത്ത പേഷ്യൻസ് ഇപ്പോഴും ഹോസ്പിറ്റലുണ്ട്. ഇപ്പം തന്നെ കിടപ്പുണ്ട്. കാരണം അതൊക്കെ വന്ന് ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞ് പേഷ്യൻറ്റ് ഫെയിൻ്റ് ആയി പോകും. പക്ഷേ അത് അറിയാൻ പറ്റില്ല. ആ പേഷ്യൻറ്റ് പുറത്ത് പറയില്ല. അപ്പോൾ അതിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മാത്രമേ ഉള്ളൂ അതിനുള്ളപ്പം വഴി. യുവതലമുറയിൽ പൈൽസ് കൂടി വരുന്നുണ്ടല്ലോ, ജീവിതശൈലി രോഗത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിലേക്ക് പൈൽസ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരു 45% യങ്സ്റ്റേഴ്സാണ് കൂടുതലായിട്ട് വരുന്നത്. പൊതുവേ ഈ IT മേഖലയിലുള്ളവരും സ്ഥിരമായിട്ട് ഇരുന്ന് സെഡൻറ്ററി ലൈഫ് ചെയ്യുന്ന ആൾക്കാർ, ഒന്ന് അവർ നാറുള്ള ഭക്ഷണം കുറവ്, അമിതമായ ആഹാരം, പിന്നെ സ്ഥിരമായിട്ടിരുന്ന് ജോലി ചെയ്യുക, വ്യായാമത്തിൻ്റെ കുറവ്, ഇതൊക്കെ പൈൽസ് രോഗവും അതിൻ്റെ അസോസിയേറ്റ് കണ്ടീഷൻസിലുള്ള അസുഖങ്ങൾ കൂടുന്നതിനുമുള്ള കാരണങ്ങളാണ്. അതിൽ ഇന്നിപ്പോൾ നമുക്കിപ്പോൾ സെഡൻറ്ററി ലൈഫ് എടുക്കുന്ന ഒരു ആൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ജോലിയുടെ 8 മണിക്കൂർ ജോലിയിൽ ഒരു 3 മണിക്കൂർ പോലും നമുക്ക് കിട്ടില്ല. കാരണം പൈൽസിൻ്റെ കൂട്ടത്തിൽ ഫിസ്റ്റിലയും കൊണ്ടായി രാവിലെ പൈൽസ് ആണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കാരണം പല പ്രാവശ്യം ടോയ്ലറ്റിൽ പോകേണ്ടി വരും. ഈവൻ ഫിസ്റ്റിലയാണെങ്കിൽ കുറച്ച് പിന്നെ ഒരു സ്മെല്ലായിരിക്കും. ഇതിൻ്റെ ഡിസ്ചാർജ് വരുമ്പോൾ ഇയാൾ ടോയ്ലറ്റിൽ പോകും, തിരിച്ച് വരും. അങ്ങനെ ഒരു 3 മണിക്കൂർ കൂടുതൽ നമുക്ക് അയാളുടെ വർക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വർക്ക് കിട്ടാതെ വരുന്നതുകൊണ്ട് ഇത് നമ്മുടെ രാജ്യത്തിൻ്റേത് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ഒരു പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ് പൈൽസ്. ലോകത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുമ്പോൾ അതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ WHO ഗവൺമെൻറ്റുകൾ ഒക്കെ ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ഇതിനുള്ള അവയർനെസ് പ്രോഗ്രാം കൊടുക്കുകയും ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.